good evening, good evening. Good evening all of you. So, നിങ്ങൾ സൂപ്പർ കിങ്സുകാരെല്ലാവരും നമ്മുടെ ഓണം എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഇടയിൽ കൂടി ആയിരിക്കും ഉണ്ടാവുക. ലെറ്റ് us see ചാപ്റ്റർ ഒരു റാപ്പിഡ് റിവിഷൻ ആണ് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ ലെറ്റ് us see എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയണം. ഇലക്ട്രോ കെമിക്കൽ സെല്ല് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഗാൽവാനിക് സെല്ലിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്കിനി വരാൻ പോകുന്നത് ഒരു ഭാഗം നെർൻസ്റ്റ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ പ്രിലിമിനറി ആയിട്ടുള്ള ഐഡിയാസ് നമുക്കറിയണം. ഒരു ഗാൽവാനിക് സെല്ലിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഓർമ്മയുണ്ടാവണം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആനോഡിനെയും റൈറ്റ് സൈഡിൽ കാഥോഡിനെയും വെച്ചാണ് നമ്മൾ വരയ്ക്കുക, റൈറ്റ്? സോ ലെഫ്റ്റ് സൈഡ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്, ഇതാണ് അതിൻ്റെ കീ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഗാൽവാനിക് സെല്ലിൽ ലോൺ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി സോൾട്ട് ബ്രിഡ്ജുകളെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോൾട്ട് ബ്രിഡ്ജസിനെ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അവരുടെ സ്പീഡൊക്കെ സിമിലർ ആയിരിക്കണം. അത്ര ഏരിയസിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരൂല. ഇല്ലടാ. യെസ്, റെഡി. എന്നിട്ട് അതിൽ ഇപ്പം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പം പ്രീവിയസ് ഇയേഴ്സിലൊക്കെ വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് സെല്ല് തന്നിട്ട് നിങ്ങളോട് ബോർഡ് എക്സാമിനേഷനും ഇത് തന്നെ ചോദിക്കും. റെഡി. യെസ്. So you have this representation of a cell. സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, എവിടെയാണ് നമ്മുടെ ആനോഡിനെ റെപ്രസെന്റ് ചെയ്യുക? ലെഫ്റ്റ് സൈഡിൽ ആനോഡിനെ റെപ്രസെന്റ് ചെയ്യണം. റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കുകയെ ഒരാളുടെ ഡാറ്റ തന്നിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും. ഇപ്പൊ സിങ്ക് ബാർ Zn2+ എന്ന് പറയുമ്പോഴും ബ്രാക്കറ്റിൽ അതിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. കോൺസെൻട്രേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കണം. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, കോൺസെൻട്രേഷൻസ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ കയ്യിൽ കാഥോഡ് വരുന്നു. കാഥോഡ് ചെയ്യുമ്പോഴേക്കും കാഥോഡിന്റെ കോൺസെൻട്രേഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യുക. അങ്ങനെ ആനോഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിഡേഷൻ നടക്കുന്നത് നമ്മൾ ചെയ്യണം. കാഥോഡിൽ വരുമ്പോഴേക്ക് റിഡക്ഷൻ ചെയ്യണം. അങ്ങനെ ഒരു സെല്ലിനെ റെപ്രസെൻറ്റേഷൻ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാം. റെഡി? യെസ്. അപ്പൊ സെല്ലിന്റെ റെപ്രസെന്റേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഷീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പ്രീവിയസ് ഇയേഴ്സിൽ വന്നിരിക്കുന്ന, നിങ്ങൾ ബോർഡിന്റെ ചോദ്യം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന് മുന്നേ തീരുവ ആൻഡ്രോസ്, നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അതിൽ നിങ്ങളോട് ഇനി അടുത്തൊരു ഭാഗം ചോദിക്കുക ഷീ ആണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവരുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് മെഷർ ചെയ്യുന്നത്. അപ്പം നിങ്ങളോട് ചോദിക്കും, മെഗ്നീഷ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മെഷർ ചെയ്യും? അപ്പം നമ്മൾ പറയേണ്ടത് എന്താ? ഷീയുമായിട്ട് കണക്ട് ചെയ്യുക. ഷീയുടെ വാല്യൂ നമ്മൾ ആർബിട്രറിലി അസ്യൂം ടു ബി 0, സോ ദാറ്റ് എന്താണോ സെൽ പൊട്ടൻഷ്യൽ ആയിട്ട് റീഡ് ചെയ്യുന്നത്, ദാറ്റ് വിൽ ബി ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി അതർ ഹാഫ് സെൽ എന്ന് നമുക്ക് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഷീ റെപ്രസെന്റ് ചെയ്യുമ്പോൾ H+ റിഡക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. യെസ്, അത് ചാറ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബിന്ദു കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്കത് നിർത്താം. അപ്പൊ H+ H2 ആകുന്ന റിഡക്ഷൻ റിയാക്ഷൻസിനെ ചെയ്യണം. ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്താണോ, ഇവരുടെ സെൽ റിയാക്ഷൻസ് എഴുതാനും കൂടി നമുക്കറിയണം. ഇപ്പൊ എൻ്റെ കയ്യിൽ ഈ സെൽ റിയാക്ഷൻസ് ഈസി ആയിട്ട് ചെയ്തൂടെ? H+ ഗിവിങ് H2 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സെൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എഴുതുക? ഇറ്റ്സ് വെരി ഈസി. H+ ആണ് H2 ആയിട്ട് മാറുക. യു ക്യാൻ ബാലൻസ് ഇറ്റ്. ഇതാണ് നമ്മുടെ കയ്യിൽ വരുന്ന റിഡക്ഷൻ റിയാക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോ കെമിക്കൽ സീരീസ്, ദിസ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് electrodes in either in their increasing or decreasing order of their standard electrode potential. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ട് ആരാണ് റിയാക്റ്റീവ് എന്നൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ വരാം. ഒരാളുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് തന്നു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മെറ്റൽസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റിയാക്റ്റീവ് മെറ്റൽസിന് എപ്പോഴും സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് കുറവായിരിക്കും എന്നുള്ളൊരു ഐഡിയ കൂടി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. നമുക്ക് ചെയ്യാം ബിന്ദു, നമ്മളത് ചെയ്യാം കേട്ടോ.
പിന്നെ ഒരാളുടെ EMF കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് നിങ്ങളോട് EMF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വളരെ ചാൻസ് കുറവാണ്. നെർൻസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിനേഷന് വരുന്നതാണ്. നെർൻസ്റ്റ് ഇക്വേഷനെ പ്രോപ്പർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഠിക്കണം. എങ്ങനെയാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? E cell is equal to E0 cell minus 2.303 RT by NF log product by reactant. ഇവിടെ N എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആണ്. അത് പ്രോപ്പറായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എല്ലാവരും. നെർൻസ്റ്റ് ഇക്വേഷൻ്റെത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങളുടെ ഈ ഓണ പരീക്ഷയ്ക്ക്. അപ്പോൾ സിങ്ക് Zn2+ ആകുമ്പോൾ 2 ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുക. Cu2+ Cu ആകുമ്പോഴും 2 ഇലക്ട്രോൺസ് ആണ്. So there is loss and gain of 2 electrons, therefore N should be 2. Product by reactant ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോണുകൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു എന്ന കണക്കിനനുസരിച്ച് നെർൻസ്റ്റ് ഇക്വേഷൻ കൊടുക്കണം. ഈ നെർൻസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതിപ്പോൾ ഒരു ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ പ്രീവിയസ് എനിക്ക് തോന്നുന്നു CBSEക്കും സ്റ്റേറ്റിനും സ്ഥിരമായിട്ട് വന്നൊരു ചോദ്യം. കോപ്പർ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ തന്നിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ചോദിക്കുന്നു. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ചോദിക്കുമ്പോൾ കോപ്പറിന്റെ റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ എഴുതും. എന്നിട്ട് നെർൻസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, നെർൻസ്റ്റ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നു. അത് നമുക്ക് ഇതേപോലെ ഷീയുടെ കേസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് റിലേഷൻ ആണ്. ഈ റിലേഷൻ ഡയറക്റ്റ് ചോദ്യമായിരിക്കും വരിക. ΔG ഈസ് ഈക്വൽ ടു -NFE സെൽ എന്ന റിലേഷൻ. ΔG0 ആണെങ്കിൽ E0 സെൽ. അപ്പോൾ E0 സെല്ല് തരും. ΔG കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിലേഷനാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് PYQs നമുക്ക് നോക്കാം. എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരിക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ബോർഡ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ. Depict the galvanic cell in which the reaction Zn plus 2 Ag plus giving Zn2 plus 2 Ag takes place. Further show which of the electrode is negatively charged and which is the carriers of the current in the cell, individual reaction at each electrode. അപ്പോൾ നമ്മളോട് ഇവിടെ തന്നത് ഒരു ഗാൽവാനിക് സെല്ല് നമുക്ക് തന്നു. യെസ് ആപ്പിൽ നമ്മൾ ഇതിൻ്റെ PDF ഇടും. നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും ഷാഹിന. യെസ്, ഗാൽവാനിക് സെല്ലിനെ നിങ്ങളോട് ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. നമുക്കതൊരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് ചെയ്തൂടെ? ഡെപ്പിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ലെറ്റസ് റെപ്രസെൻറ്റ്. ആനോഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടക്കുന്നയാളാണ്. ആദ്യം ആനോഡിനെ ഐഡന്റിഫൈ ചെയ്യാം. ആനോഡിനെ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? Zn bar Zn2+, ആനോഡിൽ ഓക്സിഡേഷൻ. ഡബിൾ ബാർ കാഥോഡിൽ റിഡക്ഷൻ. Ag+ബാർ Ag. ഇതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ. നമുക്ക് ആനോഡും കാഥോഡും റെപ്രസെന്റ് ചെയ്യുന്നു. സോൾട്ട് ബ്രിഡ്ജിനെ ഡബിൾ ബാർ അല്ലെങ്കിൽ ഡബിൾ ലൈൻ വെച്ചാണ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബോർഡ് എക്സാമിനേഷന് എങ്ങാനും ഇവരുടെ ബ്രാക്കറ്റിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കോൺസെൻട്രേഷന് കൂടി നമ്മളിവിടെ മെൻഷൻ ചെയ്തേനെ. ഇവിടെ ഇപ്പം അക്വസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ബാക്കി 2 സോളിഡ് ആണ്. അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് കൂടി മെൻഷൻ ചെയ്യാം. നമ്മൾ അതോടെ ഇതിനെ ഡെപ്പിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വിച്ച് ഓഫ് ദി ഇലക്ട്രോഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്? നെഗറ്റീവ് ചാർജ് ആവുന്ന ഇലക്ട്രോഡ്സ് ഏതായിരുന്നു? അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ ആനോഡായിരിക്കും. അപ്പൊ ഇവിടെ ആരായിരിക്കും? Zn bar Zn2+. സിങ്ക് ആണ് നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് ആക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി കാരിയേഴ്സ് ഓഫ് കറന്റ് ഇൻ ദ സെൽ. അപ്പോൾ സെല്ലിലുള്ള കറണ്ട് എവിടെ നിന്ന് എവിടത്തേക്കായിരിക്കും പോവുക എന്നുള്ളതാ ചോദ്യം. അപ്പം യൂഷ്വലി ഇലക്ട്രോൺസിന്റെ ഫ്ലോയും കറണ്ടിന്റെ ഫ്ലോയുമാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ എവിടെ നിന്ന് എവിടത്തേക്കാ? നെഗറ്റീവ് ടെർമിനൽസ്. നെഗറ്റീവ് ആണല്ലോ ഇലക്ട്രോൺസ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺസ് പോവുക. വിച്ച് മീൻസ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺസ് പോവുക. കറണ്ട് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ കറണ്ട് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കായിരിക്കണം വരേണ്ടത്. അപ്പൊ കാഥോഡിൽ നിന്നും ആനോഡിലേക്കുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ സിൽവറിൽ നിന്നും സിങ്കിലേക്ക് നമ്മുടെ കറണ്ട് വരുന്നത് എക്സ്റ്റേണൽ സർക്യൂട്ട് കൂടിയാണ് അല്ലേ?
എക്സ്റ്റേണൽ വയറിൽ കൂടിയാണ് ഇലക്ട്രോഡുകൾ ചെയ്യുന്നത്. സോ AG to zinc ആയിരിക്കും നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യണം. വാട്ട് ഈസ് ഇൻഡിവിജ്വൽ റിയാക്ഷൻ അറ്റ് ഈച്ച് ഇലക്ട്രോഡ്? ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗാൽവാനിക് സെല്ല് തന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ റിയാക്ഷൻസ് നമുക്ക് എഴുതാൻ പറ്റണം. എങ്ങനെ ഇൻഡിവിജ്വൽ റിയാക്ഷൻ? ആനോഡിൽ ഓക്സിഡേഷൻ. സോ സിങ്കിനാണ് ഓക്സിഡേഷൻ. നമ്മൾ ഇലക്ട്രോൺസിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നു. നിങ്ങൾ ബോർഡിന് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്പെസിഫിക്കലി അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് കൂടി മെൻഷൻ ചെയ്യണം. അപ്പോഴാണ് ഒരു കംപ്ലീഷൻ കിട്ടുക. സിങ്ക് സോളിഡ് ആണ്, Zn2+ എക്വസ് ആണ്. കാഥോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റിഡക്ഷൻ നടക്കണം, Ag+ Ag ആയിട്ട് മാറണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസിനെ കാഥോഡ് നമ്മളിവിടെ ബാലൻസ് ചെയ്ത് ഇലക്ട്രോൺസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ റിയാക്ഷൻ ഇത്ര എഴുതിയാൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾ ഇതിനെ 2Ag 2Ag+ 2 ഇലക്ട്രോൺസ് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ എന്തുകൊണ്ട് 2 ആക്കി എന്ന് പറഞ്ഞാൽ ആനോഡിൽ നിന്ന് കൊടുക്കുന്ന ഇലക്ട്രോൺസും കാഥോഡ് വാങ്ങുന്ന ഇലക്ട്രോൺസും ബാലൻസ് ആവണമല്ലോ എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ നിങ്ങളിപ്പോൾ 2 എഴുതിയില്ലെങ്കിലും മാർക്ക് കിട്ടുവേ. Ag+നെ എക്വസ് എന്ന് മെൻഷൻ ചെയ്തു, Agയെ സോളിഡ് എന്ന് മെൻഷൻ ചെയ്തു. നിങ്ങൾ എപ്പോഴും ആൻസേഴ്സ് ചെയ്യുമ്പോൾ അതൊരു കംപ്ലീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രീവിയസിൽ നിങ്ങൾക്ക് ബോർഡിന് കണ്ടിരിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്. ഇതേപോലെ ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. റെപ്രസെന്റ് ദി സെൽ ഇൻ വിച്ച് ദി ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഗാൽവാനിക് സെല്ല് തന്നാൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാലോ. റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡാണ്. മെഗ്നീഷ്യം Mg2+ ആയിരിക്കുന്നത് ഓക്സിഡേഷൻ നടന്നു, അത് ആനോഡാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം Mg⁻ Mg2+ ഡബിൾ ബാർ. കാഥോഡിൽ റിഡക്ഷൻ നടക്കണം. റിഡക്ഷൻ Ag+ Ag ആയിട്ട് മാറി. 2Ag+ എന്നൊന്നും എഴുതരുതേ. നമ്മൾ അതിൻ്റെ ആളെ മാത്രം എഴുതിയാൽ മതി, നമ്പേഴ്സ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഇതാണ് റെപ്രസെൻറ്റേഷൻ. റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫിസിക്കൽ സ്റ്റേറ്റുകൾ മെൻഷൻ ചെയ്യ്. Mg2+ന്റെ കോൺസെൻട്രേഷൻ അതുകൂടി കൊടുക്ക് 0.130 മോളാർ. Ag+ന്റെ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കില്ലേ 1 2 3 4 0.0001 മോളാർ. അപ്പം അത്തരം ഡാറ്റ ക്വസ്റ്റ്യനിൽ തന്നെങ്കിൽ റെപ്രസെൻറ്റേഷനിൽ നിർബന്ധമായും ആ ഡാറ്റാസ് കൂടി ഇടണം. കംപ്ലീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ സെൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ റൈറ്റ് ദ നെറ്റ് സെൽ റിയാക്ഷൻ. അപ്പോൾ ഏത് ടൈപ്പ് ചോദ്യമാണ് ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട് വരിക? നിങ്ങൾക്ക് സെല്ലിൻ്റെ റിയാക്ഷൻ എഴുതാൻ വേണ്ടി പറ്റണം. ഞാൻ സെല്ലിൻ്റെ റിയാക്ഷൻസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക ആനോഡിൻ്റെ റിയാക്ഷൻ എഴുതുക. അങ്ങനെ തന്നെ എഴുതിക്കൊള്ളണേ. നെറ്റ് റിയാക്ഷനാ ചോദ്യമെങ്കിലും സ്റ്റെപ്പായിട്ട് അത് എഴുതാൻ ശ്രദ്ധിക്കുക. ആനോഡിൻ്റെ റിയാക്ഷൻ ചെയ്യുമ്പോൾ ക്രോമിയം Cr3+ ആയിട്ട് മാറുന്നു. ലെറ്റ് us ബാലൻസ് 3 ഇലക്ട്രോൺസ് ലോസ്റ്റ്. കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുക. റിഡക്ഷൻ നടക്കുമ്പോൾ Fe2+ ആണ്. സോ 2 ഇലക്ട്രോൺസ് വിൽ ബി റിക്വയർഡ്. ആൻഡ് നൗ ഇഫ് യു ഗോ ഫോർ ബാലൻസിങ് ഇലക്ട്രോൺസ് ഷുഡ് ഗെറ്റ് ക്യാൻസൽഡ്. അതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ 2 വെച്ചും സെക്കൻഡ് ഇക്വേഷനെ 3 വെച്ചും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2Cr ഗിവിങ് 2Cr3+ പ്ലസ് 6 ഇലക്ട്രോൺ. സെക്കൻഡ് ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 3Fe2+ പ്ലസ് 6 ഇലക്ട്രോൺ ഗിവിങ് 3Fe. Now you can cancel these electrons and you get 2Cr plus 3Fe2+ giving 2Cr3+ plus 3Fe. അപ്പോൾ ചാർജ് അടക്കം ബാലൻസ് ആവുമ്പോഴാണ് നെറ്റ് റിയാക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ബാലൻസിങ്ങിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റെപ്പായിട്ട് തന്നെ അത് ചെയ്തോ. പിന്നെ നമുക്ക് ഇത്തരം മറ്റൊരു ചോദ്യങ്ങൾക്കുള്ള ഒരു സാധ്യത ഡിഫൈൻ ഇലക്ട്രോകെമിക്കൽ സെൽ. ഒരു ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റിഡോക്സ് റിയാക്ഷൻ പ്രൊഡ്യൂസസ് കറണ്ട്. അത്തരം സെല്ലുകളെയാണ് നമ്മൾ പറയുക. ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും എഴുതുമല്ലോ. ആ കോൺസെപ്റ്റ് എഴുതുമ്പോൾ അതൊരു പെർഫെക്റ്റ് സെൻറ്റൻസ് ആക്കാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് ക്രിയേറ്റിംഗ് ഇംപ്രഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആൻസേഴ്സും വേണം ആൻഡ് മേക്ക് ഇറ്റ് ഇൻ എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എഴുതുന്ന സമയത്ത്. ദ സെൽ, അപ്പോൾ ആ എഴുതിയ ഡെഫിനിഷൻ എഴുതിയ രീതി, ദ സെൽ in which electricity is produced as a result of redox reaction is called electrochemical cell. അല്ലെങ്കിൽ എന്ത് എഴുതാം? It is a cell where
കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഏത് രീതിയിലുള്ള ഡെഫിനിഷനും ഓക്കെ ആണ്, അതിനനുസരിച്ച് മാർക്സ് കിട്ടും. ഇനി അടുത്ത ചോദ്യം ഞാൻ എന്തായാലും പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി അതിലേക്ക് വരാനാണ്. വാട്ട് ഹാപ്പൻസ് when applied external potential becomes greater than E0 cell of the electrochemical cell? ഇപ്പൊ ഗാൽവാനിക് സെല്ലിൽ നിങ്ങൾ ഡാനിയൽ സെല്ലൊക്കെ എടുത്താൽ ഈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ 1.1 വോൾട്ട് ആണ്. ഇതിന് ഓപ്പോസിംഗ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിന്റെ വാല്യൂ 1.1 വോൾട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. എക്സ്റ്റേണലി നിങ്ങൾ കൊടുക്കുന്നത് ഇതിനേക്കാളും കൂടിയ ഓപ്പോസിറ്റിൽ നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ കൊടുത്താൽ വാട്ട് ഹാപ്പൻസ്? നേരെ തിരിയും. സോ ദി കറന്റ് വിൽ ഫ്ലോ ഫ്രം കാഥോഡ് ടു ആനോഡ്. യൂഷ്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരെ ഓപ്പോസിറ്റ് ആവും കേട്ടോ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ആനോഡ് കാഥോഡ് ആവുകയും കാഥോഡ് ആനോഡ് ആവുകയും ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമുക്കത് ചെയ്യാം. പിന്നെ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരും. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്ലാറ്റിനം ഫോയിൽ ഇൻ ഷീ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്സിൽ പ്ലാറ്റിനം ഫോയിലിൻ്റെ യൂസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ എന്തായിരിക്കും പ്ലാറ്റിനം ഫോയിലിൻ്റെ യൂസ്? സ്റ്റാൻഡേർഡിൽ നമ്മൾ എടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ യൂസ് എന്തായിരിക്കും? ഷീ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു H+ കോൺസെൻട്രേഷൻസ് 1 മോളാർ H+ സൊല്യൂഷൻ നമ്മൾ എടുത്തു. ഇതിലേക്കാണ് നമുക്ക് ഹൈഡ്രജനെ ബബിൾ ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ ബബിൾ ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ ഗ്യാസും H+ഉം തമ്മിൽ മിക്സ്ഡ് ആവണമല്ലോ. ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നോക്കിയ പ്ലാറ്റിനം നമ്മൾ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റിനത്തിൻ്റെ സർഫേസിൽ ഹൈഡ്രജൻ വന്ന് നിൽക്കും. അപ്പോൾ ഹൈഡ്രജൻ H2H+ ആകുക എന്നുള്ള കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാറ്റിനം സർഫേസ് കൂടിയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. പ്ലാറ്റിനം അബ്സോർബ്സ് അല്ല, അഡ്സോർബ്സ് ഹൈഡ്രജൻ where it remains in contact with H+. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺസിന്റെ എക്സ്ചേഞ്ചിന് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. ആനോഡും കാഥോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആനോഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളവരും ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതലുള്ളവരെ ആനോഡായിട്ടും റിഡക്ഷൻ നടക്കാൻ താല്പര്യം കൂടുതലുള്ളവരെയാണ് കാഥോഡായിട്ടും നമ്മൾ പറയേണ്ടത്. അപ്പോൾ സിങ്കും കോപ്പറും എടുത്താൽ കോപ്പറിനാണ് റിഡക്ഷൻ പോസിബിൾ, സിങ്കിൻ ഓക്സിഡേഷൻ ആണ് നമുക്ക് പോസിബിൾ ആയിരിക്കുന്നത് എന്നുള്ള കേസ് നമുക്ക് വരാം. ഓക്കെ, യെസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമുക്ക് മെഗ്നീഷ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ ഷീയുമായിട്ട് കണക്ട് ചെയ്യാം. ഷീയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാർക്സിനനുസരിച്ച് അതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. കണക്ട് വിത്ത് ഷീ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഷീയുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെഗ്നീഷ്യത്തിനെയൊക്കെ കാണിച്ചു കൊടുക്കാം, അതേപോലെ നിങ്ങൾക്ക് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയും കാണിച്ചു കൊടുക്കുക. അതിനെ കണക്ട് ചെയ്യുന്ന ഡയഗ്രം ഒക്കെ വരയ്ക്കുക. അതിൽ കിട്ടുന്ന സെൽ പൊട്ടൻഷ്യൽ ആയിരിക്കും നമ്മുടെ മെഗ്നീഷ്യത്തിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. യെസ്. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ നമുക്ക് നെർൻസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, അതാണ് കാൽക്കുലേഷൻ പാർട്ടിൽ നമുക്ക് വരിക. തിയറിറ്റിക്കലായിട്ടും ഡയഗ്രാം വരക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. ഇനി ഇതിനെ അപ്ലൈ ചെയ്യണം. സീ ദ ക്വസ്റ്റ്യൻ, എ വോൾട്ടായിക് സെല്ലിനെ നമ്മൾ എടുത്തു. ഈ സെറ്റപ്പ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് വിത്ത് ദി ഫോളോയിങ് ഹാഫ് സെൽസ്. Ag+ബാർ Agയും Cu2+ബാർ Cu ആണ്. വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഓഫ് ദി സെൽ? E0 സെല്ല് നമുക്ക് തന്നു. അപ്പോൾ E0 സെല്ല് തന്നിട്ട് സെൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ചോദിച്ചാൽ നെർൻസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. നെർൻസ്റ്റ് ഇക്വേഷനാണ് എപ്പോഴും നമുക്ക് സെൽ പൊട്ടൻഷ്യൽ പറഞ്ഞു തരിക. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്ന നെർൻസ്റ്റ് ഇക്വേഷൻ എന്താ? E സെൽ ഈസ് ഈക്വൽ ടു, നെർൻസ്റ്റ് ഇക്വേഷൻസ് വൃത്തിയിൽ എഴുതണം ആദ്യം കേട്ടോ. അറിയില്ലട മിലൻ, എന്ത് പറ്റി? E0 സെൽ മൈനസ് 0.0591/n ലോഗ് പ്രോഡക്റ്റ് ബൈ റിയാക്ടൻ എന്ന് ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതി കാണിക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് ബൈ റിയാക്ടൻസ് ചെയ്യുമ്പോൾ ആദ്യം ഇക്വേഷൻസ് എഴുതാം. Ag+Ag ആവുന്നു ആൻഡ് Cu2+Cu ആയിട്ട് മാറുകയാണ്. ഈ രണ്ട് പേരെ അനലൈസ് ചെയ്ത സെല്ല് എങ്ങനെയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ നോക്കിയേ, സിൽവർ ആൻഡ്
കോപ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് പ്രകാരം റിഡക്ഷൻ ടെൻഡൻസി കൂടുതലുള്ള സിൽവർ കാഥോഡ് ആയിരിക്കും, കോപ്പർ ആനോഡ് ആയിരിക്കും. സോ ദി റെപ്രസെൻറ്റേഷൻ ഈസ് Cu bar Cu2 പ്ലസ് ഡബിൾ ബാർ Ag പ്ലസ് ബാർ Ag. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സെൽ. ആദ്യം സെല്ലിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സെല്ലിനെ ഐഡന്റിഫൈ ചെയ്ത് റിയാക്ഷൻ എഴുതാലോ. Cu2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ആവുന്നു. Ag പ്ലസിനെ നമുക്ക് ഇലക്ട്രോൺസിനെ അടക്കം ബാലൻസ് ചെയ്യാൻ 2Ag പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിംഗ് 2Ag. So if you consider overall reaction, Cu plus 2Ag plus gives you Cu2 plus plus 2Ag. എന്നിട്ട് നിങ്ങൾ ഫുൾ ഇക്വേഷൻ എഴുതണം. ഇനിയാണ് ഇതിനെ നെർൻസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ യു ഹാവ് E cell is equal to E0 cell minus 0.0591 by 2 because 2 ഇലക്ട്രോൺസിനെയാണ് എടുത്തിരിക്കുന്നത്. Log പ്രോഡക്റ്റ് ബൈ റിയാക്ടൻ. പ്രോഡക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ പ്രോഡക്റ്റ് ഏതാ? Cu2 പ്ലസും Agയും ഉണ്ട്. സോളിഡുകളുടെ വാല്യൂ എപ്പോഴും 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. Cu2 പ്ലസിന്റെ വാല്യൂ ബൈ Ag പ്ലസ് സ്ക്വയർ. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. Cu2 പ്ലസ് ബൈ Ag പ്ലസ് സ്ക്വയർ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. സ്റ്റെപ്പ് വൈസ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക. E cell ഈസ് ഈക്വൽ ടു E0 cell വിച്ച് ഈസ് 0.46 മൈനസ് 0.0591 ബൈ 2 ലോഗ് Cu2 പ്ലസ് ബൈ Cu2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻1 ആണ്, 10⁻⁻2. Ag പ്ലസ് സ്ക്വയർ ആണ്, 10⁻⁻3 സ്ക്വയർ ആണ്, വിച്ച് ഈസ് 10⁻⁻6. അപ്പോൾ ഇത് 0.46 മൈനസ് 0.059 ബൈ 2 ലോഗ് 10⁻⁻2 ബൈ 10⁻⁻6 ചെയ്യുമ്പോഴേക്ക് 10⁻4 എന്നൊക്കെ കിട്ടും. 0.46 ഇൻറ്റു 0 മൈനസ് 0. ഇത് നമുക്കിനി സോൾവ് ചെയ്യാം. 4 log 10. അപ്പോൾ എനിക്കിത് കിട്ടുക വരുമ്പോഴ് യെസ്. സോ 0.31 എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ആൻസേഴ്സ് ഉണ്ടാവുക. 0.3 0.34 അതായിരിക്കും നമുക്ക് കിട്ടുക. യെസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. യെസ് റെഡി. അപ്പം ഞാൻ പറയുന്നത് നമുക്കിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം. അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ 10⁻⁻2 ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. യെസ്, സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. 0.34 അങ്ങനെ നമുക്ക് കിട്ടി. റെഡി അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ ഇതിനെ ആദ്യം എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആദ്യം തന്നെയാൾ ആനോഡ് ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. റെപ്രസെൻറ്റ് ദ സെൽ, റൈറ്റ് ദ നെർൻസ്റ്റ് ഇക്വേഷൻ ആൻഡ് യു സോൾവ് ഇറ്റ്. ഇതാണ് നമുക്ക് കിട്ടുക. സോ ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള സ്കോപ്പ് ഉണ്ട്. ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യുന്നത് ഏതാ? ഫാരഡേസ് ലോ ആണ്. ഫാരഡേസ് ലോയിൽ നമുക്ക് ഒന്ന് പ്രോഡക്റ്റുകളെ ഓക്കെ അപ്പോഴത്തേക്ക് തീരുമില്ലൻ. ഇതിപ്പോൾ പെട്ടെന്ന് തീരും. ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ നിങ്ങൾക്ക് നെർൻസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഫണ്ടമെന്റൽ ഐഡിയാസ് ചോദിക്കും. ആനോഡ് കാഥോഡ് കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണ്, ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും. ചിലപ്പോൾ ഒരു ഡയഗ്രം എഴുതാനും ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതാനുമായിരിക്കും ചോദിക്കുക. സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് ഫാരഡേസ് ഇലക്ട്രോളിസിസ് വരുമ്പോൾ 2 ഐഡിയാസ് ആണ് അറിയേണ്ടത്. ഒന്ന് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് പറയണം. രണ്ടാമത്തെ ഐഡിയ നിങ്ങൾക്ക് എമൗണ്ട് ഓഫ് ഇലക്ട്രോളിസിസ് പറയാൻ പറ്റണം. സോ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരാൾ എപ്പോഴും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എക്വസ് NaCl നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് എക്വസ് NaCl എന്ന് പറഞ്ഞാൽ അതിൽ Na പ്ലസും Cl മൈനസും അവൈലബിൾ ആയിരിക്കും. വെള്ളത്തിലുള്ള H പ്ലസും വെള്ളത്തിലുള്ള OH മൈനസും അവൈലബിൾ ആയിരിക്കും. ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് H പ്ലസിൻ്റെ കൂടെ നമുക്ക് ചെമ്പ്, വെള്ളി, സ്വർണം പോലുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം അവർക്ക് റിഡക്ഷൻ ചെയ്യണം. ബാക്കി ആര് വന്നു കഴിഞ്ഞാലും ഹൈഡ്രജൻ ആണ് പ്രയോറിറ്റി. സോ ഇറ്റ് ഗിവ്സ് യു ഹൈഡ്രജൻ. ഹാലജൻസും OH മൈനസും വന്നു കഴിഞ്ഞാൽ ഹാലജൻസിനാണ് പ്രയോറിറ്റി. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ വരുമ്പോൾ ഹൈഡ്രജനും ക്ലോറിനും NaOH ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക. എക്വസ് NaClന്റെ ഇലക്ട്രോളിസിസ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെപ്പോസിഷൻ ഓർഡേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
എപ്പോഴും ശ്രദ്ധിക്കുക, കോപ്പർ, സിൽവർ, ഗോൾഡ് ഇതുപോലുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഡെപ്പോസിഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രജനെ ഡെപ്പോസിഷൻ ചെയ്യാം. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എമൗണ്ട്, ഫാരഡേസ് ലോ പ്രകാരം എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മാസ് ഡെപ്പോസിറ്റഡ്, ഇത് സ്റ്റേറ്റ് ചെയ്യാനും പഠിക്കണേ, ഇത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യാനും പഠിക്കണം. മാസ് ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ചാർജ് പാസിംഗ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ് എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. സോ W ഈസ് ഈക്വൽ ടു Z ഇൻറ്റു Q. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം 2 കാര്യങ്ങളാണ് നമ്മളതിൽ നോക്കാനുള്ളത്. പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ ഓർഡേഴ്സ് ചിലപ്പോൾ സ്കൂളിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഓരോന്നിനും എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ വ്യക്തമായ കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രോഡക്റ്റ് മാത്രം പഠിച്ചാലും മതി. നമ്മൾ എൻട്രൻസിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആരെ തന്നു കഴിഞ്ഞാലും പ്രോഡക്റ്റ് പറയുന്ന മെത്തേഡ് കൂടി നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കും. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രോഡക്റ്റും ചോദിക്കും, പിന്നെ എമൗണ്ടും ചോദിക്കും. അപ്പോൾ എമൗണ്ടിൽ ഞാൻ പറയുന്ന ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഈ മാർക്ക് ചെയ്ത് W ഈസ് ഈക്വൽ ടു ഇക്വലൻ മാസ് IT ബൈ 96500 എന്നുള്ള ഇക്വേഷൻ കൊടുത്താൽ മതി. ഇക്വലൻ മാസ് നമ്മൾ കണ്ടുപിടിക്കാൻ മോളാർ മാസ് ബൈ N ഫാക്ടർ ഓർ വാലൻസി ഫാക്ടർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജാണ് 1 ഫാരഡേ അഥവാ 96500 കൂളംസ് ഓഫ് ചാർജ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നേ നോക്കിയേ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഹൈഡ്രജൻ ഇവോൾവ്. റെഡി. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ഹൈഡ്രജൻ ഇവോൾവ് ബൈ പാസിംഗ് എ കറണ്ട് ഓഫ് 0.5 ആംപിയർ ഫോർ 40 minutes ത്രൂ അസിഡിഫൈഡ് വാട്ടർ. അപ്പം അസിഡിഫൈഡ് വാട്ടറിൽ കൂടി പോകുമ്പോൾ ഹൈഡ്രജനെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. സോ മാസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞ പോലെ ഈക്വലൻ മാസ് IT ബൈ 96500 എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. റെഡി. ആയി നമുക്ക് ഓൾറെഡി തന്നിരിക്കുകയാണ് ആംപിയേഴ്സിൽ. ഹൈഡ്രജൻ്റെ ഈക്വലൻ്റ് മാസാണ് നമ്മളോട് ചോദ്യം. സോ H+2 ഇലക്ട്രോൺ ഗിവിങ് H2 ആണ് നമ്മുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ ഹൈഡ്രജൻ്റെ ഈക്വലൻ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ മോളാർ മാസ് ബൈ N ഫാക്ടർ ആണ്. മോളാർ മാസ് H2നെ സംബന്ധിച്ച് 2 ആണ്. N ഫാക്ടർ അല്ലെങ്കിൽ വാലൻസി ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫോർ 1 മോൾ ഓഫ് ദി സ്പീഷീസ്. 1 മോൾ ഹൈഡ്രജന് വേണ്ടി വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്, അത് 1 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കുക, യു ആർ ഹാവിങ് ഈക്വലൻ മാസ് വിച്ച് ഈസ് 1 ഇൻറ്റു I 0.5 ആംപിയർ അല്ലെങ്കിൽ ഹാഫ് ആംപിയർ ടൈം 40 minutes ആണ്. എപ്പോഴും ടൈമിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് പറയണം എന്നുള്ളത് നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ ഇത് മാച്ച് ആവുള്ളൂ. യൂണിറ്റ് കൺവേർഷൻസ് കറക്റ്റ് നമുക്കാവുള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ. ടൈമിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്താലേ ഈക്വേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ബൈ 96500 ഇതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 0000 നമുക്ക് ക്യാൻസലായി. ഇത് 3 ആയിട്ടുണ്ട്. സോ യു ആർ ഗെറ്റിംഗ് 3 12 ബൈ 965 എന്നൊക്കെ കിട്ടും, വിച്ച് ഈസ് 0. അപ്പോൾ 120 ആയി. 0.0 1200 ആയി. 1200 965 എടുക്കുമ്പോഴേക്ക് നമുക്ക് എന്തായാലും ഒരു തവണ തന്നെ അല്ലേ 70 പോയി കഴിഞ്ഞാൽ. So your answer will be അപ്പോഴും 0.12 ഓക്കെ ആയിരിക്കും വരിക. യെസ്, നമുക്കങ്ങനെ ഡയറക്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യുക? ഇതാണ് കുറേ കൂടി ഈസി ആയിരിക്കുന്ന മെത്തേഡ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ സ്കൂളിൽ നിങ്ങൾ 2H++2 ഇലക്ട്രോൺ ഗിവിങ് H2 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിവിടെ 2 മോൾ ഇലക്ട്രോൺ അഥവാ 2 ഫാരഡേ ആണ് 2 ഗ്രാമിനെ തരുന്നതെന്ന് പറയാം. 1 ഫാരഡേ അപ്പോൾ 1 ഗ്രാമിനെ തരും. 1 ഫാരഡേ 96500 കൂളംസ് ഓഫ് ചാർജ് ആണ് നമുക്ക് 1 ഗ്രാം തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ,
1 കൂളം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1/96500 ഗ്രാം ഹൈഡ്രജൻ കിട്ടും. ഇനി എത്ര കൂളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ Q ഈസ് ഈക്വൽ ടു IT ആണ്. സോ ദാറ്റ് ഈസ് 0.5 ആംപിയർ ഇൻറ്റു 40 ഇൻറ്റു 60 സെക്കൻഡ്സ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള Q. അത്രയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ 0.5 ഇൻറ്റു 40 ഇൻറ്റു 60 കൂളംസ് ഓഫ് ചാർജ് വിൽ ഗിവ് യു 0.5 ഇൻറ്റു 40 ഇൻറ്റു 60 ബൈ 96500. എനിവേ യു ഗെറ്റ് ദ സെയിം 0.012 ഗ്രാം, 0.0126 ഗ്രാം. അപ്പം മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് ഇക്വേഷൻ്റെ ബേസിലോ അതല്ല എങ്കിൽ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലോ ചെയ്യാം. ഈക്വലന്റ് മാസ് IT ബൈ 96500. നിങ്ങൾ ഈ പഠിച്ച ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു Z ഇൻറ്റു Q ആണ്. Z എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് മാസ് ബൈ 96500, Q എന്ന് പറയുന്നത് IT. ആ T എപ്പോഴും സെക്കൻഡ്സിൽ എടുക്കണം എന്നുള്ളൊരു കേസ് കൂടി ശ്രദ്ധിക്കാം. എപ്പോഴും ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി സിമ്പിൾ ഓൾസോ. ചെയ്യാം നമുക്കത് ചെയ്യാം. തെർമോഡൈനാമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ കൂളംസ് നീഡഡ് ടു റെഡ്യൂസ് 1 മോൾ ഓഫ് ഡൈക്രോമേറ്റ് അക്കോർഡിംഗ് ടു ദി റിയാക്ഷൻ? ഒരു റിയാക്ഷൻ തന്നിട്ട് 1 മോൾ ഡൈക്രോമേറ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വേണം കൂളംസിൽ പറയണം. അപ്പോൾ 6 മോൾ ഇലക്ട്രോൺസ് അല്ലേ വേണ്ടത്? അത് ആ ബാലൻസ്ഡ് ഇക്വേഷനിൽ ഓൾറെഡി ഉണ്ട്. 6 മോൾ ഇലക്ട്രോൺ ഈസ് 6 ഫാരഡേ. 6 ഫാരഡേ, 1 ഫാരഡേ is 96500. അപ്പോൾ 6 ഫാരഡേ 6 ഇൻറ്റു ചെയ്താൽ മതി. ദിസ് ഈസ് ഓൾസോ എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. റെഡി? See another question. How much electricity in terms of Faraday is required to produce 20 gram of calcium from molten calcium chloride? കാൽഷ്യം ക്ലോറൈഡ്, മോൾട്ടൺ കാൽഷ്യം ക്ലോറൈഡ് നിന്ന് 20 ഗ്രാം കാൽഷ്യം കിട്ടണം. നിങ്ങൾ ഇക്വേഷൻ എഴുതി നോക്ക്. കാൽഷ്യം 2+ ആണല്ലോ കാൽഷ്യമായിട്ട് മാറുക. 1 മോൾ കാൽഷ്യം എന്ന് പറഞ്ഞാൽ 40 ഗ്രാം കാൽഷ്യം കിട്ടാൻ ഞാൻ 2 ഫാരഡേ ഓഫ് കറണ്ട് ആണ് പാസ് ചെയ്യേണ്ടത്. അപ്പം 20 ഗ്രാം കാൽഷ്യമാണ് കിട്ടേണ്ടതെങ്കിൽ അതിൻ്റെ നേരെ പകുതി കിട്ടണമെങ്കിൽ 1 ഫാരഡേ കൊടുത്താൽ മതി. സോ ഇറ്റ് ഷുഡ് ബി 1 ഫാരഡേ. ഡൺ. ഇറ്റ് ഈസ് 1 ഫാരഡേ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ അടിസ്ഥാനത്തിൽ ചെയ്യാം. മാസ് ഈസ് ഈക്വൽ ടു ഈക്വലന്റ് മാസ് IT ബൈ 96500. 20 ഗ്രാം കിട്ടണം. ഈക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ബൈ വാലൻസി ഫാക്ടർ, അത് വാലൻസി ആണ് 2. ഐടിക്ക് പകരം ചാർജ് എന്ന് വിളിക്കാം, Q എന്ന് എഴുതാം, ബൈ 9650. അപ്പോൾ ഇതെല്ലാം ക്യാൻസലായി. യു ഗെറ്റ് Q ഈസ് ഈക്വൽ ടു 96500 കൂളംസ് വിച്ച് ഈസ് 1 ഫാരഡേ. അപ്പോൾ 1 ഫാരഡേ ആണ് നമുക്കതിൽ കറണ്ട് കിട്ടേണ്ടതെന്ന് പറയാം. ഇതുപോലെ ഏതൊരാളുടെയും മാസ് തന്നിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫാരഡേസിൽ നിന്ന് ഈ പറഞ്ഞതെല്ലാം മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. മാസ് മാത്രമാണ് വന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഐഡന്റിഫൈ ദി പ്രോഡക്റ്റ് ഫോംഡ് അറ്റ് ദി ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിങ് ദി ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ. ഇവിടെ ബ്രൈൻ സൊല്യൂഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് NaCl സൊല്യൂഷൻ ആണ്. NaCl സൊല്യൂഷനിൽ Na+ഉം Cl- H+ എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിലുള്ള H+ഉം വെള്ളത്തിലുള്ള OH- ഉണ്ട്. വാട്ട് ഹാപ്പൻസ്? 2 ആൾക്കാരെ പ്ലസിനെ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇയാളാണ്. അത് ഓർമ്മയില്ലേ കഴിഞ്ഞ ആദ്യം നമ്മൾ ചെയ്തത്? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. Na+ഉം H+ഉം Cl- OH- വന്നാൽ ഒബ്വിയസ്ലി ഹൈഡ്രജൻ റിലീസ് ചെയ്യും, ക്ലോറിൻ റിലീസ് ചെയ്യും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, കാഥോഡിൽ നമുക്ക് ഹൈഡ്രജനും, ആദ്യം എഴുതുന്നത് കാഥോഡിലാണ് പോസിറ്റീവ് ചാർജിന്റെ ഡിസ്ചാർജിങ് സംഭവിക്കുക. ആനോഡിൽ നമുക്ക് നടക്കുന്നത് ക്ലോറിന്റെ റിലീസിംഗും ആയിരിക്കും. ക്ലോറിൻ ഗ്യാസ് ഈസ് ഇവോൾവ് അറ്റ് ആനോഡ്, ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഇവോൾവ് അറ്റ് കാഥോഡ്. അപ്പോൾ ആദ്യത്തതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഐഡന്റിഫൈ ദ പ്രോഡക്ട്സ്. പ്രോഡക്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് വ്യക്തമായിട്ട് എഴുതണം. അറ്റ് ആനോഡ് ക്ലോറിൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ്, at cathode hydrogen gas is liberated. Second question എന്താ? Write the overall chemical equation for the process and explain why the solution becomes basic as the reaction proceeds.
ഞാനിതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കിട്ടുമ്പോൾ ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബാക്കി വരുന്നത് NaOH ആണ്. അപ്പോൾ ഓരോ ഇക്വേഷനും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. NaClലേക്ക് വെള്ളം, അക്വസ് NaClലേക്ക് ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ NaOHും Cl2ഉം ഹൈഡ്രജനുമാണ് കിട്ടുക. NaOH വരുന്നത് കൊണ്ട് തന്നെ ഇത് ബേസിക് ആയി. അപ്പോൾ എന്തുകൊണ്ടാണ് ബേസിക് എന്നതിൻ്റെ ആൻസറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ബ്രൈൻ സൊല്യൂഷൻ്റെ പ്രോഡക്റ്റിൽ ഹൈഡ്രജനും ക്ലോറിനും NaCl നിർബന്ധമായിട്ടും പഠിക്കുക. ഇതേപോലെ നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ 2 കേസസ് ഉണ്ടായിരുന്നു. സൾഫ്യൂരിക് ആസിഡിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ്. യൂഷ്വലി ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ വെള്ളം പോലെ കൺസിഡർ ചെയ്താൽ മതി. അതായത് നമ്മൾ നോർമൽ വെള്ളം എടുത്തു, അതിൽ കുറച്ച് H+ മാത്രമേ ഉള്ളൂ, അങ്ങനെ വിചാരിച്ചൂടെ. ഡയല്യൂട്ട് H+ എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ഒരു തുള്ളി ആസിഡിനെ മാത്രം ചേർത്തു. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, വെള്ളം പോലെ അസ്യൂം ചെയ്താൽ മതി. വെള്ളമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് എന്താ കിട്ടുക? ഹൈഡ്രജനും ഓക്സിജനും, സിമ്പിൾ. അപ്പോൾ വെള്ളം ഡയല്യൂട്ട് NaOHും ഡയല്യൂട്ട് H2SO4 ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വെള്ളം എടുത്താൽ കിട്ടുന്ന അതേ പ്രോഡക്റ്റുകളാണ് കിട്ടുക. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, H+ഉം SO4 2-ഉം പിന്നെ വെള്ളത്തിലുള്ള H+ഉം വെള്ളത്തിലുള്ള OH-ഉം. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഹൈഡ്രജൻ ആയിരിക്കും ലിബറേറ്റ് ചെയ്യുക, സൾഫേറ്റും OHും വരുമ്പോൾ ഓക്സിജനാണ്. അതിൻ്റെ പ്രോഡക്റ്റുകളെ പറഞ്ഞാൽ മതി. സോ ഡയല്യൂട്ട് ആണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസ് ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് പറയാം. ഇവിടെ ആനോഡിലുള്ള പ്രോഡക്റ്റ് ആണ് ചോദിക്കുന്നത്. കാഥോഡിലാണ് റിഡക്ഷൻ നടന്നിട്ട് ഹൈഡ്രജൻ കിട്ടുക. ആനോഡിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഓക്സിജനെ മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ആനോഡിൽ ഓക്സിജനെയാണ് കിട്ടിയത്, കാഥോഡിൽ ഹൈഡ്രജനും. യെസ്, അതെ ആദർശ്, അത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിന് സിമിലറാണ്. പക്ഷേ കോൺസെൻട്രേറ്റഡ് H2SO4 എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. H+ ഒക്കെ ഓക്കെ, കോൺസെൻട്രേറ്റഡ് എടുക്കുമ്പോൾ സൾഫേറ്റിനാണ് ഓക്സിഡേഷൻ നടക്കുക. അപ്പോൾ ഹൈഡ്രജൻ കാഥോഡിൽ കിട്ടുന്നുണ്ട്, ആനോഡിൽ നമുക്ക് കിട്ടുന്നത് SO4 2- ഡബിൾ ആക്കുക, H2O8 2- എന്ന പെറോക്സി ഡൈസൾഫേറ്റാണ് കിട്ടുക. ആ വ്യത്യാസമാണ്. ഡൈല്യൂട്ട് H2SO4 ആണെങ്കിൽ സിമിലർ ടു ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ആ സൾഫേറ്റിനെ പെറോക്സി ഡൈസൾഫേറ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യമാണ് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞത്. ഡയല്യൂട്ട് H2SO4ൽ ഓക്സിജൻ ഗ്യാസ് ഈസ് ഫോംഡ്. വേറെ എഴുതിയ രീതി ഒന്ന് ശ്രദ്ധിച്ചോ, അത് കുറച്ച് നീട്ടിയൊക്കെ നിങ്ങൾക്ക് ഇത് എഴുതാം. ഭയങ്കര ടു ദ പോയിന്റ് ആണെങ്കിലും അതിനൊന്ന് കംപ്ലീറ്റ് സ്ട്രക്ചർ ചെയ്തിട്ട് എഴുതണം. ഡയല്യൂട്ട് H2SO4 ഓക്സിജൻ ഗ്യാസ് ഈസ് ഫോംഡ്. കോൺസെൻട്രേറ്റഡ് H2SO4 പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് ഈസ് ഫോംഡ്. മാർഷൽസ് ആസിഡ്സ് എന്നൊക്കെ പറയും. S2O8 2- എന്ന് പറഞ്ഞാൽ അതിലേക്ക് H+ കൊടുത്ത H2S2O8 ആണ്. റീസൺ, ഡൈല്യൂട്ട് സൊല്യൂഷനിൽ വാട്ടർ ഈസ് മോർ ഈസിലി ഓക്സിഡൈസ്ഡ്. അത് വെള്ളത്തിന് സിമിലർ ആണ്, വെള്ളത്തിനാണ് ഓക്സിഡേഷൻ നടക്കുക. കോൺസെൻട്രേറ്റഡ് ആകുന്ന സമയത്ത് SO4 2- സൾഫേറ്റ് അയോൺസ് ആണ് ഓക്സിഡൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. സൾഫേറ്റ് അയോൺസ് ആർ ഓക്സിഡൈസ്ഡ്. ഇതാണ് ഐഡിയ. അപ്പോൾ ഫാരഡേസിൽ നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്രൈൻ സൊല്യൂഷൻ്റെ ഇലക്ട്രോളിസിസ്, അതിൻ്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, അതേപോലെ നമ്മുടെ ഡയല്യൂട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വരുമ്പോൾ എന്താണ് സംഭവിക്കുക, ആൻഡ് ഓൾസോ മാസ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള കേസ് കൂടി നോക്കാം. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഇതോടെ നിങ്ങളുടെ ഗാൽവാനിക് സെൽ നെർൻസ്റ്റ് ഇക്വേഷനും അതിൻ്റെ ആപ്ലിക്കേഷൻസുമായി ഫാരഡേസ് ലോയും അതുമായി ബന്ധപ്പെട്ടെന്നും പറഞ്ഞു. ഡിഫൈൻ ഫാരഡേ ലോ ചോദിച്ചാലും ഡയറക്റ്റ് നമുക്ക് പറയാം. പിന്നെ വരുന്നൊരു ഭാഗം റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, കണ്ടക്ഷൻ, റെസിസ്റ്റൻസ്, അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, മോളാർ കണ്ടക്ടിവിറ്റി, കോൾറാഷസ് ലോ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഒരു കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അടുത്ത സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് വരിക. ഈ കണ്ടക്ഷൻസിൽ റെസിസ്റ്റൻസ് R = ρ/L/A. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ, അമ്മീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഓം മീറ്റർ. കണ്ടക്ടൻസ് റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ് 1/R. അതുകൊണ്ട് കണ്ടക്ടൻസിനെ നിങ്ങൾ C എന്നായിരിക്കില്ല, G എന്നായിരിക്കും ടെക്സ്റ്റ് ബുക്കിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് അഥവാ സീമൻ ആണ്. കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആയതുകൊണ്ട് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് അഥവാ സീമൻ മീറ്റർ ഇൻവേഴ്സ് എന്നൊക്കെ പറയാം.
അല്ലെങ്കിൽ സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സും കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കുക. കണ്ടക്ടിവിറ്റി സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. 1 സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് 100 സീമൻ മീറ്റർ ഇൻവേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഒന്ന് റെസിസ്റ്റൻസ് കണ്ടക്ടൻസ് ഒക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങളോട് കൺവേർഷൻസ് ചോദിക്കും. റെസിസ്റ്റൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാ. മോളാർ കണ്ടക്ടിവിറ്റി, ഈക്വലന്റ് കണ്ടക്ടിവിറ്റി. അതിൽ മോളാർ കണ്ടക്ടിവിറ്റി ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. 1 മോൾ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. ചിലപ്പോൾ നിങ്ങളോട് വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് നമ്മളോട് ചോദിക്കാം. കണ്ടക്ടിവിറ്റി 1 ml സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് മെൻഷൻ ചെയ്യുക. മോളാർ കണ്ടക്ടിവിറ്റി 1 മോൾ സൊല്യൂഷന്റെ മൊത്തത്തിലുള്ള കണ്ടക്ടിവിറ്റിയാണ്. മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നോക്കണേ. ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 K ബൈ മൊളാരിറ്റി. ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 K ബൈ മൊളാരിറ്റിയിൽ ശ്രദ്ധിക്കുക, കെയുടെ യൂണിറ്റ് സെന്റിമീറ്ററിൽ വരണം. സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പം ലാംഡ എമ്മിന്റെ യൂണിറ്റ് സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിലേക്ക് വരും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈക്വലന്റ് കണ്ടക്ടിവിറ്റി ആണെങ്കിൽ മൊളാരിറ്റിക്ക് പകരം നോർമാലിറ്റി വന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവർ തമ്മിൽ ഈക്വലന്റ് കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി ബൈ വാലൻസി ഫാക്ടർ എന്നൊക്കെ പറയാം. മൊളാരിറ്റി എന്നുള്ളത് നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വാലൻസി ഫാക്ടർ എന്ന് ചെയ്യുന്ന പോലെ ഇതിവിടെ ഡിവൈഡഡ് ബൈ ആയി. പക്ഷെ അതിൻ്റെ റിലേഷൻസ് അല്ല നമുക്ക് ഏറ്റവും പ്രധാനം. മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പിന്നെ നിങ്ങളോട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മളെടുത്ത് ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, what happens to conductivity and molar conductivity on dilution? ഇതാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കണ്ടക്ടിവിറ്റി കൺസിഡർ ചെയ്താൽ ഡൈല്യൂഷൻ ആണ് പറയുന്നത്. ഓൺ ഡൈല്യൂഷൻ, ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് വാട്ട് ഹാപ്പൻ, ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയാം. കണ്ടക്ടിവിറ്റി നമ്മൾ എടുത്തിരിക്കുന്നതിൽ ഒരു ചെറിയ വോള്യത്തിൻ്റെ കണ്ടക്ഷനാണ് പറയേണ്ടത്. അപ്പം ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം കൂടുമ്പോൾ ഈ ഒരു ക്യൂബിൽ വരുന്ന അയോണുകളുടെ എണ്ണം കുറയും. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി ഡിക്രീസസ് ഓൺ ഡൈല്യൂഷൻ, whereas മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ. എന്തുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കുറഞ്ഞേ? ഓൺ ഡൈല്യൂഷൻ നമ്പർ ഓഫ് അയോൺസ് ഇൻസൈഡ് ദ ക്യൂബ് ഡിക്രീസസ്. ആ ചെറിയ, ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തു. അപ്പോൾ ആദ്യം 1 ml ഉണ്ടാവുന്ന അയോണുകളുടെ എണ്ണം അല്ല, ഞാൻ ഇതിനെ ഡൈല്യൂട്ട് ചെയ്താൽ അതിൻ്റെ എണ്ണം കുറഞ്ഞു, അപ്പോൾ കണ്ടക്ടിവിറ്റി കുറഞ്ഞു. പക്ഷെ മോളാർ കണ്ടക്ടിവിറ്റി ഓവറോൾ കണ്ടക്ടിവിറ്റി ആണ്. ഓൺ ഡൈല്യൂഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ ഇന്റർ aonic attraction decreases, mobility increases, and therefore conductivity, molar conductivity increases. Strong electrolyte വെള്ളം വരുമ്പോഴേക്ക് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ അട്രാക്ഷൻ കുറയുന്നു, അവർ ഓടിച്ചാടി നടക്കുന്നു, മൊബിലിറ്റി കൂടി, അങ്ങനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി കൂടിയത്. വീക്ക് ഇലക്ട്രോലൈറ്റ്സിലാണെങ്കിൽ ഓൺ ഡൈല്യൂഷൻ ആൽഫ ഇൻക്രീസസ്. ആൽഫ എന്ന് പറയുന്നത് √Ka/C. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും, അപ്പോൾ നമ്പർ ഓഫ് അയോണുകൾ കൂടും. അങ്ങനെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി കൂടിയത്. സ്ട്രോങ് ആയാലും വീക്ക് ആയാലും മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. പിന്നെ നിങ്ങളോട് ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ചോദിക്കും. ഗ്രാഫ് ഉണ്ട്, 2 ആളെ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വേഴ്സസ് വീക്ക് ഇലക്ട്രോലൈറ്റിൽ സ്ട്രോങ്ങിനൊരു സ്ട്രെയിറ്റ് ലൈനാണ്. നമ്മൾ അതിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ കിട്ടുന്ന മാക്സിമം കണ്ടക്ടിവിറ്റിയെ, മോളാർ കണ്ടക്ടിവിറ്റിയെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നോ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്നോ നമുക്ക് പറയാം. അതാണ് ഹയസ്റ്റ് വാല്യൂ. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കർവി ഗ്രാഫ് ആയിരിക്കും കിട്ടുക. അതിനെ നമുക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലാണ് ഡിബൈ ഹക്കൽ ഓൺസാഗ് ഇക്വേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം അതൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ചോദിക്കും.
എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ചോദിക്കുക? ഇറ്റ് ഈസ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് കോൾറോഷസ് ലോ. കോൾറോഷസ് ലോ പറയുന്നത് AB2 എന്ന ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, ഹയസ്റ്റ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ അതിൽ വരുന്ന അയോണുകളുടെ കണ്ടക്ടിവിറ്റീസ് ആഡ് ചെയ്താൽ മതി. AB2 ആണെങ്കിൽ ഒരു എയും 2 ബിയും അവർ ആഡ് ചെയ്യൂ, കിട്ടി. അതാണ് മോളാർ. ഇക്വലൻസ് ആണെങ്കിൽ നമ്പേഴ്സ് നോക്കണ്ട, ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി. ഇപ്പം അലൂമിനിയം സൾഫേറ്റിന് 2 അലൂമിനിയവും 3 സൾഫേറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ അവരുടെ ഹയസ്റ്റ് വാല്യൂ കിട്ടും. ഇങ്ങനെ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ കോൾറോഷസ് ലോ അപ്ലൈ ചെയ്യാം. കേട്ടോ? ഇനി നിങ്ങൾക്ക് ഒരാളുടെ മാക്സിമം വാല്യൂ തന്നു എന്ന് വിചാരിക്കുക. ഒരാളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി 400 ആണ്, മോളാർ കണ്ടക്ടിവിറ്റി 20. വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ഇറ്റ് ഈസ് 20/400 1/20 0.005. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇവരുടെ KA വിച്ച് ഈസ് C⁴² അല്ലെങ്കിൽ C⁴/1 - ആൽഫ കണ്ടുപിടിക്കാം. സോലുബിലിറ്റി ഒക്കെ ഡിറ്റർമിൻ ചെയ്യാം. പക്ഷെ അത് എൻട്രൻസിനാണ് ചോദിക്കുക, ബോർഡിന് ചോദിക്കില്ല. ലാംഡ = 1000 K മൊളാരിറ്റിക്ക് പകരം സോലുബിലിറ്റി കൊടുത്താൽ മതി. ഇത്രയും ആപ്ലിക്കേഷൻസ് വെച്ച് നമുക്കത് ചെയ്യാം. അപ്പം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. ഗ്രാഫിക്കലി റെപ്രസെന്റ് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നിങ്ങൾക്കിപ്പം ഗ്രാഫിന്റെ ഐഡിയ ഉണ്ട്, പക്ഷെ അത് വരയ്ക്കുമ്പോൾ ആക്സിസിൽ ആരൊക്കെയാന്നുള്ള കൺഫ്യൂഷൻസ് നമുക്ക് വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിത് വരയ്ക്കുന്ന സമയത്ത് ഇത് λm വേഴ്സസ് √c ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയാൽ അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും, അല്ല എങ്കിൽ അത് വീക്ക് ഇലക്ട്രോലൈറ്റും ആണ്. അങ്ങനെ ഗ്രാഫ് വരയ്ക്കണം, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനുള്ള ചോദ്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് is obtained by limiting molar conductivities of cation and anion. ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കാറ്റിയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ആഡ് ചെയ്താൽ മതി. നെയിം ദി അബവ് ലോ. കോൾറോഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് മോളാർ കണ്ടക്ടിവിറ്റി when ഡയല്യൂഷൻ ഈസ് ഡൺ ടു ഇൻഫിനിറ്റ് ടൈംസ്, അല്ലെങ്കിൽ 0 കോൺസെൻട്രേഷനിലോ ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ചെയ്യുമ്പോഴോ വരുന്ന മോളാർ കണ്ടക്ടിവിറ്റി ആണ്. എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡയല്യൂഷൻ. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം. കണ്ടക്ഷൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മെറ്റാലിക് കണ്ടക്ഷനും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. മെറ്റാലിക് കണ്ടക്ഷൻ മെറ്റൽസ് എടുത്താൽ അതിൽ ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ ആണ് നടക്കുക. ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അയോണുകളുടെ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഒന്ന് മെറ്റാലിക് കണ്ടക്ഷനും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷനും എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് മെറ്റൽസിൽ സംഭവിക്കുക, അയോണുകളുടെ ഫ്ലോ ആണ് ഇലക്ട്രോലൈറ്റ്സിൽ ഉണ്ടാവുക. മെറ്റൽസിൽ പ്രത്യേകിച്ച് കെമിക്കൽ ചേഞ്ച് ഒന്നുമില്ല. എന്നാൽ ഇലക്ട്രോലൈറ്റ്സിൽ കറണ്ട് പോകുമ്പോഴേക്ക് കെമിക്കൽ ചേഞ്ച് ഉണ്ട്. നമ്മൾ ഫാരഡേസ് ലോ കണ്ടതല്ലേ, NaCl സൊല്യൂഷനിൽ കൊടുത്തപ്പോൾ അവിടെ കുറച്ച് റിയാക്ഷൻ നടന്നു. മാറ്ററിന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല, റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് ഇവിടെ മാറ്ററിന്റെ ട്രാൻസ്ഫർ നടക്കാം. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി ഇലക്ട്രോലൈറ്റ്സിൽ കൂടും, മെറ്റൽസിൽ കുറയും. ഇതാണ് അവരുടെ ഡിഫറൻസ്. അപ്പോൾ ആ ഡിഫറൻസ് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു കോൾറോഷസ് ലോ വരുമ്പോഴേക്ക് കൂടുതലായിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും ജസ്റ്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആണ് വരികയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ റെസിസ്റ്റൻസുമായിട്ട് കാൽക്കുലേഷൻ ടൈപ്പ് വരാം. ഇപ്പം നോക്കിയേ, ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കോളം കോൺസെൻട്രേഷൻ തന്നിരിക്കുകയാണ് 0.05 അഥവാ 5 × 10⁻² മോൾ പെർ ലിറ്റർ NaOH സൊല്യൂഷൻ ഓഫ് ഡയമീറ്റർ 1 സെന്റിമീറ്റർ. ഡയമീറ്റർ 1 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 0.5 സെന്റിമീറ്റർ. ലെങ്ത് ഈസ് 50 സെന്റിമീറ്റർ. അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഈസ് 5.55 × 10⁻³ ഓം. കാൽക്കുലേറ്റ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇത്രയും ഡാറ്റാസ് തന്നു കഴിഞ്ഞ റിലേഷൻ എന്താ? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി × L/A.
അപ്പോൾ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ബൈ ലെങ്ത് ചെയ്യണം. റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്, വിച്ച് ഈസ് 5.55 ഇൻറ്റു 10⁻³ ഓം. ഏരിയ നമുക്ക് റേഡിയസ് കിട്ടിയാൽ ഏരിയ കണ്ടുപിടിച്ചൂടെ, πr², വിച്ച് ഈസ് 3.14 ഇൻറ്റു r, റേഡിയസ് 0.5². സോ 3.14 ഇൻറ്റു 0.25. അപ്പോൾ 3.14 ഇൻറ്റു 1/4 ആണ് നമ്മൾ ചെയ്യുക. ഏകദേശം നമുക്ക് 0.8 ഒക്കെ വരും, ഒരു 28. അപ്പം നമുക്ക് 30 ബാക്കി, വീണ്ടും നമുക്ക് ഏകദേശം ഒരു 0.78 ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ, അത്രയും സെൻറ്റിമീറ്റർ² ഒക്കെ കിട്ടും. സോ ഇൻറ്റു 0.78 ബൈ ലെങ്ത് സെൻറ്റിമീറ്ററിലാണ് 50 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തു. അപ്പോൾ 0 പോയി അത് 10⁻⁻⁴ ഓൾറെഡി ആവുന്നുണ്ട്. 5 ഇവിടെ 1.11 ആവും. 1.11 ഇൻറ്റു 0.78 ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് യുവർ റെസിസ്റ്റിവിറ്റി. അത് -3 അല്ല, +3 ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ +3 ആണ് വരുന്നതെങ്കിൽ ഒരു 0 ഓൾറെഡി പോയി 10⁻² ആയി. അപ്പോൾ 111 ഇൻറ്റു 0.78 ആണ് വരിക. ഏകദേശം 80-90 സംതിങ് നമുക്ക് വന്നു. സോ യുവർ ആൻസർ വിൽ ബി 87. യൂണിറ്റ് എങ്ങനെ എഴുതുക? ഓം മീറ്റർ അല്ല, ഓം സെൻറ്റിമീറ്റർ ആണ്. കാരണം ഏരിയയും ലെങ്ത് ഒക്കെ സെൻറ്റിമീറ്റേഴ്സിലാണ് തന്നെ. അപ്പോൾ കെയർഫുൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കിത് ചെയ്യാം. പിന്നെ ഇതേപോലെ എന്താണ് സ്പെസിഫിക് കണ്ടക്റ്റൻസ് അഥവാ കണ്ടക്ടിവിറ്റി, അതിൻ്റെ SI യൂണിറ്റ്, റിലേഷൻ ബിറ്റ്വീൻ കണ്ടക്റ്റൻസ്, സെൽ കോൺസ്റ്റൻസ്, റെസിസ്റ്റൻസ്, അങ്ങനെ അവരുടെ റിലേഷൻസ് എഴുതാം. കഴിഞ്ഞു. അപ്പം ഫാരഡേസ് ലോ, നെർൻസ്റ്റ് ഇക്വേഷൻ, ഇതൊക്കെയായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇതിലൊരു ലാസ്റ്റ് സെഗ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ബാറ്ററീസ് ആണ് ഉണ്ടാവുക. ബാറ്ററീസ് 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി ബാറ്ററീസ് ആൻഡ് സെക്കൻഡറി ബാറ്ററീസ്. പ്രൈമറി ബാറ്ററീസിനെ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പ്രൈമറി ബാറ്ററീസ്. നമുക്ക് ഡ്രൈ സെല്ലിൽ അതിൻ്റെ ആനോഡും കാഥോഡും ഏതാണെന്ന് മനസ്സിലാക്കുക. മെർക്കുറി സെല്ലിൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ റിയാക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡറി ബാറ്ററീസിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം ബാറ്ററിയും ഇമ്പോർട്ടൻ്റ് ആണ്. ലെഡ് സ്റ്റോറേജ് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആണ്. ഫ്യൂവൽ സെല്ലിലേക്ക് വരുമ്പോൾ ഫ്യൂവൽ സെല്ലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ? ഒരു ഫ്യൂവലിനെ നമുക്ക് ബേൺ ചെയ്തിട്ട്, ഏതൊക്കെ ഫ്യൂവൽ എന്ന് എക്സാമ്പിൾ ചോദിക്കും, ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, മീഥെയിൻ, പ്രൊപ്പെയിൻ, ഈ ഫ്യൂവലുകൾ ബേൺ ചെയ്യാം. നമ്മൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിയാക്ഷൻ എഴുതാൻ ചോദിക്കും. ഫ്യൂവൽ സെല്ലിൽ ആനോഡിൽ ഹൈഡ്രജൻ H2O ആയിട്ട് മാറി, കാഥോഡിൽ ഓക്സിജൻ OH- ആയിട്ട് മാറി. നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്തു. ഇതിൻ്റെ ഗുണം ബൈ പ്രോഡക്റ്റ് വാട്ടർ ആണ്. നല്ല എഫിഷ്യൻ്റ് ആണ്. 70% എഫിഷ്യൻസി ഉണ്ട്. മറ്റ് പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കിട്ടുന്ന വെള്ളത്തിന് കുടിക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് നമുക്ക് ഫ്യൂവൽ സെല്ലുമായി ബന്ധപ്പെട്ട് പറയാം. കൊറോഷൻസിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് കൊറോഷൻ ആൻഡ് വാട്ട് ആർ ദി മെത്തേഡ്സ് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ എന്ന് നിങ്ങളോട് എഴുതാൻ ചോദിക്കുക. അപ്പം ഇങ്ങനെ ഇരുന്ന് എഴുതണം നമ്മളത് അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, കൊറോഷനിൽ ഒരു സൈഡിൽ ഓക്സിഡേഷനും മറ്റൊരു സൈഡിൽ റിഡക്ഷനും നടക്കും. അപ്പോൾ Fe2+ ആവുന്നു, ഓക്സിജന് റിഡക്ഷൻ നടന്ന് വാട്ടർ ആവുന്നു. അപ്പോൾ Fe2+ഉം വാട്ടറും ഫർദർ ആയിട്ട് ഓക്സിഡേഷൻ നടന്ന് റെസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് റിയാക്ഷൻ നടക്കുക. എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം? ഒന്നുകിൽ നമ്മുടെ മെറ്റലിന് മേലെ എന്തെങ്കിലും പെയിൻറ്റോ ബിസ്ഫിനോളോ ഓയിലോ ഗ്രീസോ തേച്ച് പിടിപ്പിക്കുക. അതാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. നമ്മളൊരു ബാരിയർ ഇട്ട് മൂടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരാൾ എന്നെ കൊല്ലാൻ വരുമ്പോൾ ഞാൻ വേറൊരാളെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുക. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സാക്രിഫൈസ് ചെയ്യും, വേറൊരാളെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അയേണിന് ചുറ്റും ഞാൻ മെഗ്നീഷ്യത്തിന് വെക്കുന്നു. സിങ്കിനെയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഗാൽവനൈസേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ദി സെക്കൻഡ് മെത്തേഡ്. മൂന്നാമത്തത് കാഥോഡിക് പ്രൊട്ടക്ഷൻ. ആനോഡ് ആകുമ്പോഴാണല്ലോ ഓക്സിഡേഷൻ നടക്കുക. നമുക്കിതിനെ കാഥോഡാക്കാം. ഞാൻ കാഥോഡ് ആവണമെങ്കിൽ നിങ്ങൾ അതിനേക്കാളും റിയാക്റ്റീവ് ആയിരിക്കുന്ന ഒരാളെ കണക്ട് ചെയ്ത് ആനോഡാക്കുക. അപ്പോൾ ഇരുമ്പ് കാഥോഡാവും. അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയം നമ്മൾ കൊടുക്കുക. ആൽക്കലൈൻ ഫോസ്ഫേറ്റുകളും ക്രോമേറ്റുകളും. കാരണം അസിഡിക് മീഡിയത്തിലാണ് കൊറോഷൻ ഏറ്റവും കൂടുതൽ കാണുക. ഞാനിതിൻ്റെ കുറച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് കാണിച്ചു തന്ന് നമുക്കത് സെഷൻ വൈൻഡപ്പ് ചെയ്യും. ഇത്രയും മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. മെൻഷൻ ദ റിയാക്ഷൻസ് ഒക്കറിങ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിങ് ദ വർക്കിംഗ് ഓഫ് എ മെർക്കുറി സെൽ.
ഇപ്പം മെർക്കുറിയിലെ എല്ലാവരും മെർക്കുറിയാണ്. ആനോഡിൽ സംഭവിക്കുക സിങ്കിന് ഓക്സിഡേഷൻ നടക്കുന്നു, കാഥോഡിൽ മെർക്കുറിക്ക് റിഡക്ഷൻ നടക്കുന്നു. ഓവറോൾ ഇതാണ് സംഭവം. അതൊരു ആൽക്കലൈൻ മീഡിയത്തിലാണ് നടക്കുന്നത്. ഇതിൻ്റെ ആനോഡും കാഥോഡും പറയണം. സെൽ പൊട്ടൻഷ്യൽ നമുക്ക് 1.35 വോൾട്ടേജ് ആണ് വരിക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇക്വേഷൻസിൽ അയോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സെൽ പൊട്ടൻഷ്യൽ ത്രൂ ഔട്ട് സെയിം ആയിട്ട് നിൽക്കുന്നു. അതൊരു പ്രത്യേകമായിട്ട് നിങ്ങൾ എഴുതണം. It gives constancy in the voltage over a long period of time because no ions are involved in the net reaction. സാധാരണ രീതിയിൽ ഡ്രൈ സെല്ലിലൊക്കെ നെറ്റ് റിയാക്ഷനിൽ Zn2+ എന്നുള്ള അയോണിനെ കാണാം. പക്ഷെ ഇവിടെ അയോൺ ഇല്ല. എടാ, നേൺസ്റ്റ് ഇക്വേഷൻ പ്രകാരം അയോണുകൾ വരുമ്പോഴല്ലേ നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുക. ഇവിടെ അയോണുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെൽ പൊട്ടൻഷ്യൽ നമുക്ക് തരുന്നുണ്ട്. അപ്പം മെർക്കുറി സെല്ല് ചോദിച്ചു. പിന്നെ എന്താ, റീചാർജിങ് ഓഫ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി ചോദിക്കണം. അതിൽ ഏതൊക്കെ മെറ്റീരിയൽസിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ റിഡക്ഷനും ഓക്സിഡേഷനും കാഥോഡിലും ആനോഡിലും നടക്കുന്ന ഓവറോൾ റീചാർജ് ചെയ്യുമ്പോൾ സാധാ നമ്മൾ പഠിച്ചിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ എഴുതണം. സാധാ നമ്മൾ പഠിച്ചിരിക്കുന്ന റിയാക്ഷൻ ലെഡ് ഡയോക്സൈഡ്, ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റിൻ്റെ കൂടെ ലെഡ് സൾഫേറ്റും വാട്ടറുമായിട്ട് മാറുന്നു. ഇതാണ് യൂഷ്വലി നടക്കുന്ന റിയാക്ഷൻ. റീചാർജ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് നടക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഫ്യൂവൽ സെല്ലുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കിയേ. സജസ്റ്റ് 2 മെറ്റീരിയൽസ് അതർ ദാൻ ഹൈഡ്രജൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ഫ്യൂവൽ സെൽ. അപ്പോൾ ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, മീഥേൻ, പ്രൊപ്പെയിൻ ഇതിനൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ റിയാക്ഷൻസിൻ്റെ സ്റ്റെപ്പുകൾ എഴുതുക. വാട്ട് ഈസ് കൊറോഷൻ ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോഷൻ? കൊറോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മെറ്റൽ റിയാക്ട് വിത്ത് സബ്സ്റ്റൻസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്ത് സർഫേസിൽ ചില കോമ്പൗണ്ട് ഉണ്ടാവും. അത് അസിഡിക് മീഡിയമാണ് ഇതിന് പ്രധാനമായിട്ടും കാരണം. കാർബൺ ഡൈ ഓക്സൈഡ് പ്രസന്റ് ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൻ്റെ കൂടെ അസിഡിക് മീഡിയം തരും. അസിഡിക് മീഡിയത്തിലാണ് നമ്മുടെ ഈ റിയാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്കിതിന്ന് വരിക. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഗാൽവാനിക് സെൽ നെർൻസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 2, ഫാരഡേസ് ലോ തന്നിട്ട് മാസ് കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോലിസിസിൽ ബ്രൈൻ സൊല്യൂഷനും ഡൈല്യൂട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലും ഫോക്കസ് ചെയ്യുക. 3-ാമത്തെ കേസ് നിങ്ങൾക്ക് കോൾറഷസ് ലോയുടെ ആപ്ലിക്കേഷൻസ് വരുന്നു. റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി. അവിടെ നിങ്ങളോട് സ്റ്റേറ്റ്മെന്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡൈല്യൂഷൻ എന്ത് സംഭവിക്കും, ഗ്രാഫ് എങ്ങനെയാണ്. 4 ബാറ്ററീസ് ആൻഡ് കൊറോഷൻ. കൊറോഷൻസിലെ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻസ് നമ്മളോട് ചോദിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് ഒരു ക്വിക്ക് റിവിഷൻ. നിങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓക്കെ, അപ്പം ഇത്രയും ഭാഗം നിർബന്ധമായും നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ദെൻ ദി ക്വസ്റ്റ്യൻസ് വിൽ ബി ഈസി. യെസ്, ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് സെഷൻ. താങ്ക് യു എവറിബഡി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ആൻഡ് ഹാപ്പി ലേണിംഗ് ടു ഓൾ ഓഫ് യു. ബൈ ബൈ. Thank you.